കമ്മ്യൂണിസ്റ്റുകാർ എന്താ നിഷിദ്ധരായവരാണോ? നല്ലതുമായി ആര് മുന്നോട്ട് വന്നാലും സഹകരിക്കും, നാളെയും സഹകരിക്കും. ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനമനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടപ്പാക്കാമായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവരത് ചെയ്തില്ല. ഇത് പറയുന്ന മറ്റാരുമല്ല, NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ പറയുന്ന കമ്മ്യൂണിസം എന്താണ് നായന്മാർക്ക് നിഷിദ്ധരായത്, നായന്മാർക്കെന്നുള്ളതല്ല NSSന് നിഷിദ്ധരായതാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിദൂരം സമദൂരം എന്ന് പറഞ്ഞ് എല്ലാ പാർട്ടികളിൽ നിന്നും സമദൂരം മാറി നിൽക്കുന്ന അതാണ് ശരിദൂരം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ പറയുകയാണ് കമ്മ്യൂണിസം എന്താ NSSന് നിഷിദ്ധമാണെന്ന്. അത് മാത്രമല്ല, ശബരിമലയിൽ ഈ പറയുന്ന അവിടെ നടക്കുന്ന അഴിമതി ഒന്നും ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ ഇതാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട അഴിമതി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ. അവിടെ ഈ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഇത്രയും കൂപ്പുകൂട്ടിയ സർക്കാരിനെ ഒരു രീതിയിൽ അന്ന് ഇത്രയും നഖവും പല്ലും കൊണ്ട് വിമർശിച്ച ടീമുകളായിരുന്നു ഈ പറയുന്ന NSS. അത് മാത്രമല്ല, കോടതിയിൽ ഒരു വക്കീലിനെ വെച്ച്, സീനിയർ മോസ്റ്റ് വക്കീലിനെ വെച്ച്, N പരാശരനെ വെച്ച് വാദിച്ച അതേ NSSൻ്റെ വക്താവ് ഇപ്പോൾ ഇരുന്ന് പറയുകയാണ് ഇതെന്താണ് പക്ഷേ ഇങ്ങനെ. അത് NSSൻ്റെ മാത്രം പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കമ്മ്യൂണിസം നിഷിദ്ധമല്ല എന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുമ്പോഴേ കമ്മ്യൂണിസത്തിനും മാറ്റം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് സ്ത്രീ പ്രവേശനം നടത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് പിണറായി വിജയൻ എടുത്തത്. പിണറായി വിജയൻ അന്ന് പറഞ്ഞത് മാറേണ്ട ആചാരങ്ങളെല്ലാം മാറണം, അങ്ങനെ മാറേണ്ട ഒരു ആചാരമാണ് സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടത് എന്ന നിലപാടിലായിരുന്നു പിണറായി വിജയൻ. യുവതീ പ്രവേശനം അല്ലേ, അത് സ്ത്രീകൾ അവിടെ കയറണം എന്നുള്ള നിലപാടായിരുന്നു, കയറുകയും ചെയ്തു. പക്ഷേ NSS എക്കാലത്ത് ഒറ്റ നിലപാട് കാര്യത്തിൽ എടുത്തിട്ടുള്ളൂ, നേരത്തെയും ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. NSS പറയുന്നത് ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു മാറ്റം വരാൻ പാടില്ല, അത് സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായാൽ ഞങ്ങൾ സർക്കാരിനൊപ്പം എന്നാണ് NSS പറയുന്നത്. അപ്പം അതുകൊണ്ട് NSSൻ്റെ ആ നിലപാടിൽ മാറ്റം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പകരം സർക്കാർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് NSS ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് ചെന്ന് സർക്കാരിന് ഇന്നതാണ് നിലപാടെന്ന് പറയേണ്ടത്. എന്നുവെച്ചാൽ ഭക്തരുടെ വിശ്വാസികളുടെ ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കാൻ സർക്കാർ നിൽക്കുന്നു എന്ന് സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൽ വലിയ മാറ്റം വന്നു. ഇതാണോ കമ്മ്യൂണിസം എന്ന് ചോദിച്ചാൽ ഇതല്ല കമ്മ്യൂണിസം എന്നാണ് ബാക്കിയുള്ള ആളുകൾ സാധാരണ പറയും. പൊതുവെ പക്ഷേ ഇവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന നിലക്കാണ് സുകുമാരൻ നായർ കമ്മ്യൂണിസം NSSന് നിഷിദ്ധമല്ല എന്ന പ്രസ്താവന നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയായിട്ട് ഞാനതിനെ കണക്കാക്കുന്നില്ല. ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ CPM എന്ന നിലക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ചേർത്ത് വെച്ച് വായിച്ചു. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവർ നമുക്ക് നിഷിദ്ധരല്ല എന്ന് പറയാൻ കാരണം ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി വാസവൻ ആണ് നേരിട്ട് സുകുമാരൻ നായരുടെ അടുത്തെത്തി സുകുമാരൻ നായരോട് ഭക്തരുടെയും NSSൻ്റെയും വിശ്വാസാനുഷ്ഠാന പ്രമാണങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കാനായിട്ട് ഈ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്, അതുകൊണ്ട് NSS സർക്കാരിനൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. ഈ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രം നമുക്ക് പൂർത്തീകരിച്ചാൽ പോരല്ലോ, നമുക്കവിടെ ബന്ധുകൂടുന്നതായിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമായിട്ടുള്ള വികസനവും വേണ്ടേ. ആ വികസനം നടക്കുന്നതിന് അല്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് സുകുമാരൻ നായർ തൻ്റെ പ്രതിനിധിയെ പറഞ്ഞയച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹത്തെ പക്ഷേ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, NSSൽ തന്നെ ഉള്ള ഒരുപാട് ആളുകൾ വിമർശിക്കാനായിട്ട് വിമർശിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ പല സ്ഥലത്തും പോസ്റ്ററുകൾ വന്നു, ബാനറുകൾ വന്നു. ആ ബാനറിൽ നമ്മൾ കണ്ട എന്താണ്, കട്ടപ്പ, പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ എന്നുവെച്ചാൽ നായന്മാരെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് സുകുമാരൻ നായർ എന്നാണ് അവരതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ സുകുമാരൻ നായർ ശൈലി കുലുങ്ങുന്ന ഒരാളല്ല. ഞാനിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു, എൻ്റെ അടുത്ത് ഈ കളിക്ക് വരണ്ട എന്നാണ് സുകുമാരൻ നായർ അങ്ങനെ പോസ്റ്റർ വെച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളെ കളിയാക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിലൊക്കെ അദ്ദേഹം അത് തന്നെയല്ലേ പറഞ്ഞല്ലേ. ഇതിൽ പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 17ഓളം വകുപ്പുകളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്, ആഭ്യന്തരം ഉൾപ്പെടെ. അപ്പം അതിലേതെങ്കിലും ഒരു വകുപ്പ് കണ്ടിട്ട് ഭയപ്പെട്ടതാവാനും സാധ്യതയില്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നത് NSSൻ്റെ തന്നെ ആളുകൾ
നായന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് സുകുമാരൻ നായർ പിണറായിയുടെ മുമ്പിൽ വിറച്ച് വീണു എന്നാണ്. അതിന് അവർ പറയുന്ന കാരണം അത് ശരിയാണോ തെറ്റാണെന്ന് അവരും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ കീഴടങ്ങിയത് എന്നാണ് പറയുന്നത്. മകളുടെ ഭർത്താവ് ബിരുദം നേടാതെ ബിരുദം നേടി എന്ന് പറഞ്ഞ് ബാങ്കിൽ ജോലി വാങ്ങുകയും അത് പിന്നീട് പിടിക്കപ്പെടുകയും അദ്ദേഹത്തിന് വലിയ തുക കെട്ടിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാനാണ് സർക്കാർ നിന്നതെന്നാണ്. അങ്ങനെയുള്ളൊരു ഉപകാര സ്മരണ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് NSSൻ്റെ വിമർശകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ വിമർശകരായിട്ടുള്ള നായന്മാർ പറയുന്നുണ്ട്. ഇത് വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല, ആരോപണം മാത്രമാണ്. അത് സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമാണ് ഇതിൻ്റെ അന്തരാർത്ഥങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും സുകുമാരൻ നായർ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും CPM ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ് ആയാലും BJP ആയിക്കഴിഞ്ഞാലും NSSൻ്റെ അടുത്ത് വരുന്നത് NSSനെ സ്വാധീനിക്കാനും പ്രീണിപ്പിക്കാനും വേണ്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രീണനം ഏറ്റുവാങ്ങാനായിട്ട് NSS തയ്യാറല്ല. NSSൻ്റെ എക്കാലത്തെയും നിലപാടെന്ന് പറയുന്നത് സമദൂരമാണ്. സമദൂരം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായിട്ടുള്ളൊരു ദൂരം ഞങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ആ ദൂരത്ത് നിങ്ങൾ നിന്നാൽ മതി, ഇങ്ങോട്ട് അടുക്കേണ്ടതില്ല എന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ പൊസിഷനിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സുകുമാരൻ നായരുടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശബരിമല വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമയത്ത് പന്തളത്ത് ആദ്യം പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് സുകുമാരൻ നായരുടെ സംഘമാണ്. ശരിക്കും സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നാമജപമാല പോലെ ഉള്ള ഒരു പ്രക്രിയ അദ്ദേഹം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ഇത് വളർന്ന് വലിയ ഒരു പ്രശ്നമായിട്ട് ഉയരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അതുമാത്രമല്ല, നമ്മുടെ അന്നത്തെ CPM സംസ്ഥാന അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് വാക്പോരൊക്കെ വളരെ വാക്പോരുണ്ടായിരുന്നു ഈ വിഷയമായിട്ട്. അതെ അതെ. അതല്ല, അന്ന് വളരെ ഇതിന് മുന്നിട്ട് നിന്ന ഒരു ആളായിരുന്നു ഈ മറ്റൊരു വനിതാ മതിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. വനിതാ മതിലൊക്കെ നടന്ന സമയത്ത് ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ വനിതാ മതിൽ നടന്നത്. അപ്പോൾ ഇത് ചെകുത്താൻ്റെ നാടായി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവനയൊക്കെ എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുന്നേ ആയിരുന്നു, 2021 ഫെബ്രുവരി ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുന്നത്. അല്ല, അന്ന് വലിയ സംഘർഷം CPM അതേപോലെ തന്നെ NSSും തമ്മിലുണ്ടായി. NSSനെ ശക്തമായിട്ട് നേരിടാൻ അന്ന് CPM തയ്യാറായി. ഈ നാമജപ ഘോഷയാത്ര എന്നത് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ നേതൃത്വമാണ് സുകുമാരൻ നായർ വഹിക്കുന്ന നിലയ്ക്ക് സുകുമാരൻ നായർക്കെതിരെ CPM ശക്തമായിട്ടുള്ള നിലപാടെടുത്താണ്. ഇനി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാമജപഘോഷയാത്ര എന്ന് പറയുന്ന ആ സമരത്തിനെതിരായിട്ട് സൃഷ്ടിച്ച ഒരു പ്രതിരോധ മതിലായിരുന്നു അന്നത്തെ നവോത്ഥാന മതിൽ എന്ന് പറയുന്നത്. അതിൽ കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ പങ്കെടുപ്പിക്കാനായിട്ട് CPM ശ്രമിച്ചു. എന്നുവെച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള മുഴുവൻ സ്ത്രീകളും അണിനിരക്കുകയും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്ത്രീകളുടെ വലിയൊരു ശക്തി അതിൻ്റെ അകത്ത് അവർ പ്രകടമാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അവർ ആ നിലപാട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷനിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവും എന്ന ഭയപ്പാട് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് പിൻവാങ്ങുന്നു. അതേ സമയത്ത് സുകുമാരൻ നായർ ഇപ്പോൾ പിൻവാങ്ങുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളായിട്ട് ഇത് മാറിത്തീരുന്നു. നിലപാടുകൾ ഇവിടെ ആർക്കും വ്യക്തമായിട്ടില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ചില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. സമൂഹം വളരെ ജാഗ്രതയോടെ എല്ലാ കാര്യങ്ങൾ കാണേണ്ടതാണ്. മാത്രമല്ല, ശരിയായിട്ടുള്ള നിലപാട് എന്ത്, അതിനൊപ്പം നിൽക്കുക. ആ സർക്കാരിന് ഒപ്പം നിൽക്കേണ്ടതാണെന്ന് വെച്ചാൽ സർക്കാരിനൊപ്പം നിൽക്കുക, സർക്കാരിനെ എതിർക്കേണ്ടതിന് സർക്കാരിനെ എതിർക്കുക. ഇത്തരത്തിലുള്ളൊരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് വലിയ ആവശ്യമാണ്. അതിൻ്റെ അഭാവത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.